ADGP MR അജിത് കുമാറിനെതിരായ വിവാദങ്ങൾ തുടരുകയാണ്. പി വിജയനെതിരായ വ്യാജമൊഴിയിൽ അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശയിൽ സർക്കാർ നടപടി ഇതുവരെ എടുത്തിട്ടില്ല. DGPയുടെ റിപ്പോർട്ട് 2.5 മാസമാണ് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചത്. എന്തുകൊണ്ട് തുടർച്ചയായി സർക്കാരും മുഖ്യമന്ത്രിയും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു? ADGP പി വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് MR അജിത് കുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ടെന്ന് SP സുജിത് ദാസ് പറഞ്ഞു എന്നായിരുന്നു വാദം. തൊട്ടുപിന്നാലെ അജിത് കുമാറിനെതിരെ പരാതിയുമായി പി വിജയൻ രംഗത്തെത്തിയതോടെ വിവാദം ആളിക്കത്തി. അജിത് കുമാർ നടത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിയമ നടപടി വേണമെന്നും പി വിജയൻ വാദിച്ചു. പിന്നാലെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം. ഒടുവിൽ പി വിജയൻ കുറ്റക്കാരനല്ലെന്നും അജിത് കുമാറിന്റേത് വ്യാജമൊഴിയാണെന്നുമുള്ള തീർപ്പിലേക്ക് DGP S ദർവേഷ് സാഹിബ് എത്തിച്ചേർന്നു. അജിത് കുമാറിനെതിരെ സിവിലായും ക്രിമിനലായും കേസെടുക്കണമെന്ന ശുപാർശയോടെ ജനുവരിയിൽ DGP മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് കൈമാറി. എന്നാൽ 2 മാസം ആ റിപ്പോർട്ട് അനക്കമില്ലാതെ അവിടെയിരുന്നു. പോലീസ് സേനയിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ DGP തന്നെ നേരിട്ട് അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂഴ്ത്തിയത്. അജിത് കുമാറിന് സംരക്ഷണമൊരുക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തും സർക്കാരും മുഖ്യമന്ത്രിയും സ്വീകരിച്ചു പോരുന്നത്. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും 1 മാസത്തിനു ശേഷം അജിത് കുമാർ കുറ്റവിമുക്തനായി. അജിത് കുമാറിന്റെ കൈകൾ ശുദ്ധമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു. CPIയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നായിരുന്നു ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ നേരത്തെ മുഖ്യമന്ത്രി തയ്യാറായത്. അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശയിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. നടപടിക്ക് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.